റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞ് രാഷ്ട്രപതി ദ്രൗപദി മുർമു പേരെടുത്തു പറയാതെ മണിപ്പൂർ സംഘർഷത്തെക്കുറിച്ചും രാഷ്ട്രപതി പരാമർശിച്ചു. റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ജയ്പൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോ നടത്തി. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുള്ള സൈനിക മെഡലുകളും പ്രഖ്യാപിച്ചു. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ടാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ റിപ്പബ്ലിക് സന്ദേശത്തിന്റെ തുടക്കം. ഇത് യുഗമാറ്റത്തിന്റെ കാലഘട്ടമെന്നും ജുഡീഷ്യറിയിലുള്ള വിശ്വാസത്തിന്റെ സാക്ഷ്യപത്രമാകും അയോധ്യയിലെ രാമക്ഷേത്രമെന്നും രാഷ്ട്രപതി. The construction of the temple commenced after the due judicial process and the decision of the highest court of the land. Now it stands as a grand edifice, giving a befitting expression not only of people's faith but also as a testament to people's enormous trust in judicial process. വനിതാ സംവരണ നിയമവും കായിക താരങ്ങളുടെ സംഭാവനകളും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങളും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ചിലയിടത്ത് സ്വന്തം ഭാഗം ശരിയാണെന്ന് വാദിച്ച് പരസ്പരം ഏറ്റുമുട്ടുന്നുവെന്ന് പേരെടുത്തു പറയാതെ മണിപ്പൂരിനെയും രാഷ്ട്രപതി പരാമർശിച്ചു. റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യാതിഥിയായി എത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി ജയ്പൂരിലെ ജന്തർ മന്ദറിൽ നിന്ന് ഹവാമഹൽ വരെ റോഡ് ഷോ നടത്തി. റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി സൈനിക മെഡലുകളും പ്രഖ്യാപിച്ചു. 36 പേർക്ക് അതിവിശിഷ്ട സേവാ മെഡലും 85 പേർക്ക് വിശിഷ്ട സേവാ മെഡലും 6 പേർക്ക് കീർത്തിചക്രയും 8 പേർക്ക് ശൗര്യചക്രയും 53 സേനാ മെഡലുകളാണ് പ്രഖ്യാപിച്ചത്. 24 ഡൽഹി.